കേരളത്തിൻ്റെ അതിർത്തി സംസ്ഥാനം, അതായത് കേരളമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. കാരണം കേരളത്തിൻ്റെ ബോർഡറുമായിട്ട് കംപ്ലീറ്റ് ബോർഡറാണ് തമിഴ്നാട്. കേരളത്തിന് എത്രയും വിസ്തൃതിയുണ്ടോ അത്രയും വിസ്തൃതിയിൽ തന്നെ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്റ്റേറ്റ്. തിരുവനന്തപുരം മുതൽ അങ്ങ് പാലക്കാട് വരെ അങ്ങ് നീണ്ടു നിൽക്കുകയാണ്. അവിടെ ഇലക്ഷൻ നടന്നു. അതായത് അസംബ്ലി ഇലക്ഷൻ കേരളത്തിൻ്റെ കൂടെ തന്നെ അവിടെ ഇലക്ഷൻ നടന്നു. ഇപ്പൊ തമിഴ്നാടിന് ഒരു വർഷങ്ങളായിട്ട്, ഡീക്കേഡുകളായിട്ട്, അല്ലെങ്കിൽ 10-50 വർഷത്തെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ദ്രാവിഡിയൻ ഒരു കൾച്ചറും അതിൻ്റെ പൊളിറ്റിക്സും അതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ട് തമിഴ്നാടിൻ്റെ കൾച്ചറുണ്ട്. അതിനകത്ത് DMK വരുന്നു, AIDMK വരുന്നു, ഫിലിം സ്റ്റാർ വരുന്നു, അവർ വരുന്നു, ഇവർ വരുന്നു. പക്ഷെ അതിനെ പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉറപ്പായിട്ടും ഈ ദ്രാവിഡിയൻ കൾച്ചറിന് വരാൻ പോകുന്ന 50 വർഷവും കാര്യമായിട്ടൊരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിൽ തന്നെ തമിഴ്നാട് മുന്നോട്ട് പോകും. അത് ഇന്ത്യയുടെ മറ്റുള്ള കൾച്ചറുമായിട്ട് വളരെ വ്യത്യസ്തമാണ് ദ്രാവിഡിയൻ കൾച്ചർ. അത് ഈ പറയുന്ന BJPക്കും പറയുന്നൊരു സംഭവമുണ്ട്. ദ്രാവിഡിയൻ പൊളിറ്റിക്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് BJPക്ക് തമിഴ്നാട്ടിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാത്തത്. അവർക്ക് അവരുടേതായ ഭാഷയുണ്ട്. അതിൻ്റെ അത് ഹിന്ദി കയറി വരാൻ സമ്മതിക്കത്തില്ല, സംസ്കൃതം കയറാൻ സമ്മതിക്കത്തില്ല. അവർ പറയുന്ന തമിഴ് എന്ന് പറഞ്ഞൊരു കൾച്ചറുണ്ട്, അവരുടെ ലാംഗ്വേജിൻ്റെ പാർട്ടാണ്. അതിൻ്റെ അകത്ത് ഹിന്ദിയോ മറ്റുള്ള ഒരു സാധനം കയറത്തില്ല. അവർ ഇംഗ്ലീഷ് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് തമിഴ് ദ്രാവിഡിയൻ കൾച്ചറിൻ്റെ പുതിയ ഭാവം എന്ന് പറയുന്നത്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഏകദേശം 1 മാസം മുമ്പ് TVK വിജയ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നാഷണൽ സ്പോക്സ് പേഴ്സൺ ഫെലിക്സുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് ഫെലിക്സ് പറഞ്ഞത് എന്താണ് സംഭവിക്കാൻ പോകുന്ന ദ്രാവിഡിയൻ ഈ തമിഴ്നാട്ടിലെ ഇലക്ഷനിൽ, അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ആൾക്കാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നില്ല. പക്ഷെ അയാൾ പറഞ്ഞു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള വലിയ വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ഏകദേശം 18 മുതൽ 40 വരെ പ്രായമുള്ള ആളുകൾക്ക് ഇപ്പം ഈ AIDMK ഇതിനെ അങ്ങ് മടുത്തു. കാരണം ഹൈലി കറപ്റ്റഡ് ആണ്. അതിനിടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം, അതിനിടയ്ക്കോട്ട് കയറാൻ വേണ്ടി മറ്റു പല പൊളിറ്റിക്കൽ പാർട്ടി, സിനിമാക്കാരും ഒക്കെ ശ്രമിച്ചു. ഇപ്പം വിജയകാന്തിൻ്റെ പാർട്ടി ശ്രമിച്ചു. അവർ ചെറിയ രീതിയിൽ ഓളം ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ എന്ന് മുതൽ അയാൾ അസുഖത്തിലായി, പാർട്ടിയും പോയി, അയാളും പോയി, അതോടുകൂടി അതങ്ങ് തീർന്നു. അതേപോലെ തന്നെ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വലിയ നായകൻ തന്നെയാണ് കമലഹാസൻ. അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി, അതെവിടെ പോയെന്ന് പോലും ആർക്കും അറിയത്തില്ല. കാരണം പിന്നീട് അയാൾ രാജ്യസഭ MP ആയി DMKയുടെ കൂടെ അങ്ങ് ജോയിൻ ചെയ്തു. കഴിഞ്ഞ 5 വർഷം സ്റ്റാലിൻ ഭരിച്ചു. മനസ്സിലാക്കി, എനിക്ക് തമിഴ്നാട് പൊളിറ്റിക്സിലെ എല്ലാവരുമായിട്ട്, ഉദയപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ഈ AIDMK ആണെങ്കിലും BJP ആണെങ്കിലും DMK ആണെങ്കിലും. അപ്പം ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവരെന്നോട് ഒതൻറ്റിക്കേറ്റ് ചെയ്തു. അതായത് TVK, അതായത് വിജയ് ദളപതി എന്ന് തമിഴിൽ പറയുന്ന അവരുടെ സൂപ്പർ സ്റ്റാർ, അതായത് വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫാനുകൾ ഒത്തിരി പേരുണ്ട്, ആൾക്കാർ കൂടും. ഇവരൊന്നും വോട്ട് ചെയ്യത്തില്ല, ഇവർ DMKയ്ക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്. ഈ പറയുന്നത് എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെ സംഭാഷണങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് DMKയുടെ പല ലീഡേഴ്സും AIDMKയുടെ ലീഡേഴ്സും ഈ പറയുന്ന BJP സപ്പോർട്ടേഴ്സും ഒക്കെ തന്നെയാണ് പറഞ്ഞത്. ഇവരൊക്കെ ചില ജേർണലിസ്റ്റുകളുണ്ട്, അല്ലാത്ത ഒരു ആക്ടിവിസ്റ്റുകളുണ്ട്, ഈ പൊളിറ്റിക്കൽ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്, നേതാക്കളുമുണ്ട്. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട്, അതായത് ഞാൻ വീണ്ടും ഇവരോട് സംസാരിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അവരെല്ലാം യുനാനിമസ്ലി പറയുന്നൊരു കാര്യമാണ്, വിജയുടെ TVK എന്ന് പറയുന്ന പാർട്ടി വലിയ നേട്ടം കൊയ്യും. DMKയുടെ ഒരു സീനിയർ നേതാവ്, പേര് ഞാൻ പറയുന്നില്ല കാരണം അത് ശരിയല്ല പറയുന്നത്, അദ്ദേഹം പറഞ്ഞു 20 മുതൽ 28% വരെ വോട്ടുകൾ TVK വിജയുടെ, അതായത് വിജയ് ചന്ദ്രശേഖർ ജോസഫ് എന്ന് പറഞ്ഞ അയാളുടെ പാർട്ടി നേടും. അതായത് മനസ്സിലാക്കുക, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും മാറാൻ പോവുകയാണ്. അപ്പം എവിടെയാണ് TVK ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്നത്? ഇതാണ് അടുത്ത ചോദ്യം.
ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, തമിഴ്നാട്ടിലെ ചെറുപ്പക്കാർക്ക്, അതായത് ന്യൂ ജനറേഷൻ, അവരുടെ വോട്ടുകൾ ഒന്നടങ്കം ഈ പറയുന്ന വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പോകും. അവർക്ക് ഈ പറയുന്ന ഡൈനാസ്റ്റി പൊളിറ്റിക്സും സ്റ്റാലിൻ്റെ മോൻ, സ്റ്റാലിൻ്റെ മരുമകൻ, അതേപോലെ തന്നെ ഇതേപോലെയുള്ള സംഭവത്തെ പുതിയ തലമുറയിലുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവിടെ പക്ഷെ ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ ഈ പറയുന്ന AIADMK എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവരെ കൊണ്ട് കഴിഞ്ഞു. കാരണം എന്ന് മുതൽ ജയലളിത ആ പാർട്ടിയിൽ നിന്നും പോയി അവർ മരിച്ചു, ഈ പറയുന്ന AIADMK അവരുടെ ലീഡേഴ്സും വലിയൊരു ശതമാനം ഇല്ലാതായി. ആ പാർട്ടിയുടെ ബേസ് നഷ്ടപ്പെട്ടു. ഇനിയും പറഞ്ഞു തരാം, എവിടെയാണ് ഏറ്റവും കൂടുതൽ TVK വോട്ട് പിടിക്കുന്നത്? അതായത് അതിൻ്റെ അകത്ത് ഈ പറയുന്ന ജാതി മത സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഒരു സമയത്ത്, അതായത് ജയലളിത ജീവിച്ചിരുന്നപ്പോൾ, ഈ AIADMK വോട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയുണ്ട്, വലിയൊരു വിഭാഗം. ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഈ AIADMK BJP അലയൻസ് വന്നു കഴിഞ്ഞപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് DMKയുടെ കൂടെ നിന്ന് പോയി. അതിൻ്റെ ഒരു വിഭാഗം, കുറച്ചൊരു വിഭാഗം ഈ TVKയുടെ കൂടെ നിന്ന് പോയി. അതായത് AIADMK എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയെ അവിടെയുള്ള മുസ്ലിം വോട്ടർമാർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു. ഇത് നമ്പർ 1. ഇത് വലിയ രീതിയിലുള്ള മാറ്റമാണ് തമിഴ്നാട് പൊളിറ്റിക്സിലുണ്ടായത്. അതായത് AIADMKയുടെ വെടിതീർക്കും. മറ്റൊരു വിഭാഗമുണ്ട് സദേൺ തമിഴ്നാട്, അതായത് സൗത്ത് തമിഴ്നാട്. അവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ദളിത് കമ്മ്യൂണിറ്റി അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരുന്നത് AIADMKക്കാണ്. പഴയ വോട്ടുകൾ, നിങ്ങൾ വോട്ടിംഗ് ഷെയറും ഒക്കെ നോക്കുവാണെങ്കിൽ, അപ്പോൾ ദളിത് പല കോൺസ്റ്റിറ്റ്യുവൻസിയിലാണെങ്കിലും, വളരെ ഭൂരിപക്ഷമുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും ഇവരുടെ വോട്ടുകൾ ഇൻ ഫേവർ ഓഫ് ജയലളിതയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം AIADMKക്കാണ്. മനസ്സിലാക്കുക, അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് സൗത്ത് തമിഴ്നാട്ടിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരുന്നത് DMKക്കാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഈ രണ്ടിടത്തുമാണ് പൂർണ്ണമായിട്ടും വിള്ളലുണ്ടാക്കിയത് ഈ പറയുന്ന വിജയ് എന്ന് പറഞ്ഞ തമിഴ്നാടൻ. അതായത് വിജയ് എന്ന് പറഞ്ഞ നടൻ, സിനിമാ നടൻ കം പൊളിറ്റീഷ്യൻ. ഇപ്പം അയാൾ വളരെ പീക്കായിട്ടിരുന്ന സമയത്താണ് രാഷ്ട്രീയത്തിൽ നിന്നും, അതായത് സിനിമയിൽ നിന്നും മാറി ഫുൾ ടൈം രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. മനസ്സിലാക്കുക, ബാക്കി എല്ലാവരും സിനിമയിൽ നിന്നും ഔട്ടായ ശേഷമാണ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. ഇൻക്ലൂഡിങ് കമലഹാസൻ ആണെങ്കിലും, ഈ പറയുന്ന വിജയകാന്ത് ആണെങ്കിലും, നേരത്തെ ഒരു ശരത് കുമാർ, ഇവരൊക്കെ സിനിമയിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ടാവുമ്പോഴാണ് ഇവർ രാഷ്ട്രീയത്തിലോട്ട് വന്നത്. പക്ഷെ വിജയുടെ പ്രത്യേകത, 51 വയസ്സേ ഉള്ളൂ. വിജയുടെ പ്രത്യേകത കംപ്ലീറ്റ് ഫുൾ ടൈം വളരെ പീക്കിലിരുന്ന സമയത്ത് ഈ പറയുന്ന സിനിമ മാറ്റിവെച്ചിട്ട്, അതായത് പൂർണ്ണമായിട്ടും മാറ്റിവെച്ചിട്ട് അയാൾ രാഷ്ട്രീയത്തിലോട്ട് വരിക. അത് ഭയങ്കര വ്യത്യാസമാണ്. ആ സമയത്ത് വിജയ് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ, സോഷ്യൽ മീഡിയ ന്യൂ ജെൻ അവതാരമാണ് വിജയ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ പൊളിറ്റീഷ്യൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സിനിമ കാരണം ഇഷ്ടം പോലെ ഫാൻ ബേസ്ഡ് ഉണ്ടായിരുന്നു. ഏകദേശം 70,000-ൽ പരം ബൂത്ത് ഏജന്റുമാർ. അതായത് ബൂത്ത് ഏജന്റുമാർ നിങ്ങൾ പറയുമ്പോൾ ഇവർ രജിസ്റ്റേർഡ് ആണ് ബേസിക്കലി. ഈ 70,000 വർക്കേഴ്സ്, അതായത് ഈ പാർട്ടിയുടെ സെക്കൻഡ് ലെവൽ വർക്കേഴ്സ് ത്രൂ ആണ് ഈ കംപ്ലീറ്റ് വോട്ട്, അതായത് ഇവരെ പോളറൈസ് ചെയ്ത് മാറ്റിയെടുത്തിരിക്കുന്നത്. അതായത് കൃത്യമായ ഒരു വലിയൊരു ഇലക്ഷൻ മാനേജ്മെന്റ് ആരോ ഇവർക്ക് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് തമിഴ്നാടിൻ്റെ എല്ലാ വില്ലേജുകളിലും എല്ലാ ബൂത്തുകളിലും ആൾക്കാരെ, ഈ 70,000 പേരിൽ നിന്ന് മൾട്ടിപ്പിളായിട്ട് ആൾക്കാരെ ഉണ്ടാക്കിയിട്ട് അവർ ഇലക്ഷൻ ക്യാമ്പയിനും ഈ വിജയ് എന്താണ് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ കൃത്യമായിട്ട് അവിടെ എത്തിച്ചും കൊടുത്തു. അതേപോലെ തന്നെ ഈ ഫാൻ ബേസ് എന്ന് പറയുന്ന ആൾക്കാർ, അവരെ നല്ല പോലെയാണ് വിജയ് അത് കൺവേർട്ട് ചെയ്തിട്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലോക്കൽ ലീഡേഴ്സ് ആക്കി മാറ്റിയത്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു ഭയങ്കര ചിലപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ ഈ സംഭവം നേരത്തെ NGRന്റെ കാലത്തും ജയലളിതയുടെ കാലത്തും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിലെ പൊളിറ്റിക്സ് അല്ല ഈ 21ാം ഡിജിറ്റൽ ജനറേഷൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് സമയത്തെ MGR, അതായത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നു അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷ ഓടിക്കുന്നു, ആ ഒരു താരമല്ല വിജയ്. വിജയ് എന്ന് പറഞ്ഞാൽ ന്യൂ ടെക്നോളജി, ഹൈ എൻഡ് ടെക്നോളജി നിൽക്കുന്ന തമിഴ്നാട് എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്.
തമിഴ്നാട് ഇന്ത്യ സ്റ്റേറ്റുകൾ ഏറ്റവും മുൻപിൽ നിൽക്കുന്നൊരു സ്റ്റേറ്റാണ്. ഏത് രീതിയിൽ? അതിൻ്റെ GDP മഹാരാഷ്ട്രയെക്കാളും കൂടുതലായിട്ട് 1 ട്രില്യണിലോട് അടുക്കാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഇപ്പം ഞാനിപ്പോൾ താമസിക്കുക ഡൽഹിയിൽ, അതിനപ്പുറത്തായിട്ട് നോയിഡയിൽ ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സ് വന്നു. മറ്റേ കോവിഡുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നിന്നും ഇറങ്ങി വന്നു ഇഷ്ടംപോലെ ഇന്ത്യ ഇവിടെ ഈ ഭാഗത്ത് വന്നു. ഇവരെല്ലാം 1-2 വർഷം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പേര് മൂവ് ചെയ്യുന്ന തമിഴ്നാട്ടിൽ. കാരണം ഇവിടെ ടെക്നിക്കൽ മാൻ പവർ കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ ഷോർട്ടേജിൻ്റെ പേരിലാണ് ഇവരെല്ലാം തമിഴ്നാട്ടിലോട്ട് പോയത്. അതുകൊണ്ടാണ് തമിഴ്നാടിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്തു. അതായത് ഒരു സമയത്ത് കേരളത്തിലാണ് തമിഴന്മാർ ജോലിക്കായിട്ട് വരുന്നത്, ഇന്ന് മലയാളികൾ അങ്ങോട്ട് ജോലിക്ക് പോകുന്ന ഗതികേടായി. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പല സിറ്റികളിൽ നിന്നും ഈ ടെക്നോളജി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തമിഴ്നാട്ടിലോ ബാംഗ്ലൂരോ പോയി ജോലി ചെയ്യേണ്ട സ്ഥിതിയിലോട്ടായി മാറി. അതായത് തമിഴ്നാടിൻ്റെ എക്കോണമി കൃത്യമായിട്ട് ബൂം ചെയ്തു. അവരുടെ എഡ്യൂക്കേഷൻ മാറി. ഉറപ്പായിട്ടും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ സദേൺ തമിഴ്നാട്ടിലുണ്ടായേക്കുന്ന അവിടെ ഒരു വലിയൊരു ശതമാനം ദലിറ്റ്സും അവർ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെയാണ് ഈ പറയുന്ന വിജയ് പബ്ലിക്കായിട്ട് പറഞ്ഞത്, പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്, അയാളുടെ പേര് വിജയ് ജോസഫാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനികളായ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. തമിഴ്നാടിൻ്റെ ചരിത്രത്തിലെ ഒരൊറ്റ രാഷ്ട്രീയക്കാരും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന സ്റ്റാലിൻ്റെ വീട്ടിൽ തന്നെ 3-4 പേര് ക്രിപ്റ്റോ ക്രിസ്ത്യൻ ഉണ്ട്. സ്റ്റാലിൻ്റെ മകൻ്റെ ഭാര്യ അറിയും, അവർ പബ്ലിക്കായിട്ട് ക്ലെയിം ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയായി 2 വർഷം കൊണ്ട് എമർജ് ചെയ്ത് വിജയ് പബ്ലിക്കായിട്ട് പറയുകയാണ് ഞാൻ ക്രിസ്ത്യനാണ്. അതേപോലെ ഈ പാർട്ടിയുടെ ആൾക്കാരും ഏറ്റവും കൂടുതൽ ക്യാമ്പയിനിലുണ്ടായിരുന്ന സോഷ്യൽ മീഡിയ ഞാൻ കണ്ടതാണ്, ഒരു ക്രിസ്ത്യാനി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകണം. ഇങ്ങനെയൊക്കെ ക്യാമ്പയിൻ നടന്നു തമിഴ്നാട്ടിൽ. അപ്പോഴും എനിക്ക് ഭയമുണ്ടായിരുന്നു മറ്റുള്ള ആൾക്കാർ വോട്ട് ചെയ്യുമോ. പക്ഷേ വിജയ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, DMKക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി N ബ്ലോക്കായിട്ട് മാറി വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തു. ഇവിടെയാണ് സ്റ്റാലിന് കിട്ടിയ ഏറ്റവും വലിയ അടി. സ്റ്റാലിൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് സന്ധി സംഭാഷണമൊക്കെ നടത്തി എല്ലാവർക്കും ഓരോ 2-3 സീറ്റുകളൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുത്തു. എന്തുകൊണ്ടാണ്? ഭയം കൊണ്ടാണ് കൊടുത്തത്. ബേസിക്കലി സ്റ്റാലിനും DMKക്കും മനസ്സിലായി അവരുടെ സ്ഥിതി മെച്ചമല്ല. പ്രോപ്പറായിട്ട് തമിഴ്നാടിനെ ജനങ്ങൾക്ക് അവരുടെ ഭരണം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഇപ്പുറത്തുണ്ടായ സംഭവം AIDMK അതേപോലെ BJP ഈ മുന്നണിക്കകത്തുണ്ടായ സംഭവം, എത്രമാത്രം പ്രഷറാണ് വിജയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ ചെലുത്തിയത്. അമിത്ഷാ വിളിക്കുന്നു, അവർ വിളിക്കുന്നു, ഇവർ വിളിക്കുന്നു. EDയുടെ കേസ്, CBIയുടെ കേസ്, മറ്റേ സ്റ്റാമ്പേഡ് ഉണ്ടാക്കിയ കേസ്, അങ്ങനെ കാർ ഇറക്കുമതി ചെയ്ത കേസ്, വേണ്ടാത്ത കേസുകളെല്ലാം അയാളുടെ മേളിലിട്ടു. എന്നിട്ട് എങ്ങനെയെങ്കിലും വിജയുമായിട്ടൊരു അലയൻസി കൊണ്ടുവരാനാണ് BJP ശ്രമിച്ചത്. അവസാനം ഒരു കാര്യം മനസ്സിലാക്കുക, തമിഴ്നാട്ടിൽ ഈ 2 പൊളിറ്റിക്കൽ പാർട്ടി DMK AIDMK പോലല്ല, വിജയ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടും ആരുമായിട്ടും ഒരു ചർച്ചയിലോ ഇതിലൊന്നും തന്നെ പോയില്ല. ആ പൊളിറ്റിക്കൽ പാർട്ടി എൻ്റയർ തമിഴ്നാട്ടിലെ സീറ്റുകളിൽ ആളെ നിർത്തി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അതൊരു വല്ലാത്ത ചലഞ്ച് തന്നെയാണ്. അപ്പം അങ്ങനെ മത്സരിക്കുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർക്ക് തന്നെ, ഈ പറയുന്ന വോട്ട് ചെയ്യുന്ന പുതിയ ജനറേഷൻ ആൾക്കാർക്കും അവർക്ക് താല്പര്യം തോന്നി. ഇത്രയും നാളും സ്റ്റാലിനും എടപ്പാടി പളനിസ്വാമിയും പറഞ്ഞ പൊളിറ്റിക്സ് അല്ല ഇയാൾ പറയുന്നത്. അതായത് ചെറുപ്പക്കാർക്ക് എന്തൊക്കെയാണ് സേവനം ചെയ്യാൻ പറ്റുന്നത്, അഴിമതി രഹിതമായിരിക്കണം. അതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉണ്ട്. എവിടുന്നാണ് വിജയ്ക്ക് ഇത്രമാത്രം പണം കിട്ടിയത് ഇലക്ഷന് മത്സരിക്കാനും മറ്റുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്താൻ? അവിടെയുള്ള ഓരോ ജനങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സായി അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇതാണ് ഏറ്റവും കാരണം. അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരാളൊരു 10 രൂപ കൊടുത്തു അല്ലെങ്കിൽ 100 രൂപ കൊടുത്തു. ജനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവരതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവും. ഇതാണ് വിജയ്ക്ക് കിട്ടിയ അടുത്ത വലിയ അഡ്വാൻറ്റേജ്. അവരുടെ പ്രചരണങ്ങൾക്ക് പണത്തിനും യാതൊരു കുറവും ഉണ്ടായില്ല. അവിടെ ജനങ്ങളാണ് ആ പ്രചരണം ഏറ്റെടുത്ത്. വലിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഒന്നും നടത്തിയില്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിലോട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അതേപോലെ അവരുടെ പ്രവർത്തകരും അവരുടെ ഫാനുകളും ഇറങ്ങി അങ്ങ് ചെന്ന് പ്രവർത്തിച്ചു. അത് DMK സംബന്ധിച്ചിടത്തോളം AIDMK സംബന്ധിച്ചിടത്തോളം അവരത്ര ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല.
ഈ മൾട്ടിപ്പിളായ ഘടകങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം പറയാം, DMK അധികാരത്തിൽ വന്നാൽ പോലും അവർക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല. ഈ പറയുന്ന TVK ആയിരിക്കും പ്രധാനപ്പെട്ട പ്രതിപക്ഷം. ആലോചിച്ചു, ചിലപ്പം ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഭൂരിപക്ഷത്തിന് ഈ TVK അധികാരത്തിൽ വരാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് പല ആൾക്കാരും പറയുന്നത്. ഇത് ഈ പറയുന്ന 26, 27, ചിലപ്പോൾ അത് 32, 34% കയറി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വിജയ് ആയിരിക്കും അടുത്ത തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി. ഇൻ കേസ് അത് നടക്കുന്നില്ല എങ്കിൽ വീണ്ടും സ്റ്റാലിൻ അധികാരത്തിൽ വരുവാണെങ്കിൽ AIADMKയുടെ സപ്പോർട്ട് വേണം. അപ്പൊ സ്റ്റാലിൻ എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന AIADMK രണ്ടായിട്ട് അങ്ങ് പിളർത്തും. അതിൻ്റെ അകത്ത് കുറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. പ്രധാന പ്രതിപക്ഷമാരാകും? ഈ പറയുന്ന TVK ആകും. ബാക്കിയുള്ള AIADMKയുടെ MLA-മാരെന്ത് ചെയ്യും? TVKയിൽ ജോയിൻ ചെയ്യും. എടപ്പാടി പളനിസ്വാമി AIADMK ഇല്ലാതാകും. അത് കഴിഞ്ഞ് 5 വർഷം പിന്നീട് ഈ പറയുന്ന സ്റ്റാലിന് ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ 1, 2, 3 വർഷം മാക്സിമം. വീണ്ടും ഇലക്ഷൻ വരും. വിജയ് അടുത്ത തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകും. ഇതാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതായത് തമിഴ്നാടിന്റെ പൊളിറ്റിക്സിനകത്ത് വിജയം വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ആ ചെറുപ്പക്കാരും പുതിയ തലമുറയിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ അവിടെ മാറ്റം ആവശ്യപ്പെടുന്നവരുണ്ട്. അവരെല്ലാം TVKക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. DMK വരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതാണ് സതേൺ തമിഴ്നാട്ടിൽ പറയുന്നൊരു സംഭവം. പുതിയൊരാൾ വരട്ടെ, ഈ പറയുന്ന കുടുംബം ഡൈനാസ്റ്റി മാറി നിൽക്കട്ടെ, ഈ പറയുന്ന AIADMKയുടെ എടപ്പാടി പളനിസ്വാമി BJP അവരൊരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. AIADMK എന്ന് BJPയുടെ അലയൻസ് ആകുന്നു, അതോടുകൂടി ദ്രാവിഡിയൻ പൊളിറ്റിക്സ് അവരിൽ നിന്ന് മാറി. ഇതാണ് അതിൻ്റെ കാര്യം. കാരണം ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഒരു കാരണവശാലും ഈ നോർത്ത് ഇന്ത്യൻ പാർട്ടികളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഔട്ടായി പോയത്. അതേ ഗതിയാണ് ഈ പറയുന്ന അണ്ണാമലയാണെങ്കിൽ ഈ പറയുന്ന BJP നേതാക്കൾക്കും അവിടെ ഉണ്ടാകും. ഞാനൊരു പോയിന്റും കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞത് തമിഴ്നാട്ടിൽ മാസീവായിട്ട് കൺവേർഷൻ നടക്കുന്നുണ്ട്. മാസീവാണ് ഈ സംഭവം. അവിടെയുള്ള ഗേൾസിലെ വലിയൊരു ഭാഗം കൺവേർട്ടായി. അവരുടെ വോട്ട് അതിനിർണായകമാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ പറയുന്ന വിജയ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് അയാൾ ഒരു ക്രിസ്ത്യനാണ്. അതായത് ക്രിസ്ത്യൻസ് നിങ്ങൾ DMKക്കാണ് വോട്ട് ചെയ്യുന്നത്, ആ വോട്ട് എനിക്ക് തരൂ. ആദ്യത്തെ ഒരു ക്രിസ്ത്യൻ നാമധാരിയുള്ള ഒരു മുഖ്യമന്ത്രി തമിഴ്നാടിന് കിട്ടും. ആ സംഭവം വളരെ കൃത്യമായിട്ട് കോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന കൺവേർട്ടഡ് ഗേൾസ്, ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ വിജയ്ക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വിജയുടെ വോട്ടിംഗ് ശതമാനം 28, 29% ഉയരാനുണ്ടാകുന്ന കാരണം.